ഹായ് ഓൾ, വെൽക്കം ടു മെൻഡേഴ്സ് കൊമേഴ്സ് അക്കാദമി. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് +2 തുല്യത അക്കൗണ്ടൻസിയിലെ മിക്ക ക്വസ്റ്റ്യൻ പേപ്പറിലും റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്. ഗുഡ്വിൽ എന്താണ് അർത്ഥമാക്കുന്നത്, ഒരു പങ്കാളിത്ത സ്ഥാപനത്തിൻ്റെ ഗുഡ്വില്ലിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഏവ? ഇത് എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ഉണ്ടാവും. ഗുഡ്വിൽ പ്രോബ്ലം ചെയ്യാനും ചോദിക്കും, തിയറിയിലും ചോദിക്കാറുണ്ട്. അപ്പോൾ ഗുഡ്വിൽ എന്താ? ഒരു സ്ഥാപനത്തിന് പൊതുജനങ്ങൾക്കിടയിലുള്ള സ്വീകാര്യത, അംഗീകാരം, പ്രശസ്തി മുതലായവ. അതിൻ്റെ ഒരു വാല്യൂവിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഗുഡ്വിൽ എന്ന് പറയുന്നത്. ഗുഡ്വില്ല് മൂല്യനിർണ്ണയത്തിൻ്റെ ആവശ്യകത എപ്പോഴാണ്, അല്ലെങ്കിൽ എപ്പോഴൊക്കെയാണ് നമ്മൾ ഗുഡ്വില്ലിൻ്റെ വില മൂല്യനിർണ്ണയം ചെയ്യുന്നത്? നിലവിലുള്ള പങ്കാളികൾക്കിടയിലെ ലാഭ പങ്കിടൽ അനുപാതത്തിലെ മാറ്റം. അപ്പോൾ നമ്മുടെ നിലവിലുള്ള പങ്കാളികൾക്കിടയിലെ ലാഭനഷ്ടം പങ്കിടുമ്പോൾ വരുന്ന ആ ഒരു റേഷ്യോ ഉണ്ടാവില്ല, അതിൽ മാറ്റം. പിന്നെ ഒരു പങ്കാളിയുടെ പ്രവേശനം, ഒരു പങ്കാളിയുടെ മരണം, പങ്കാളിയുടെ വിരമിക്കൽ, ഒരു സ്ഥാപനം പിരിച്ചുവിടുക, അല്ലെങ്കിൽ പങ്കാളിത്ത ബിസിനസ്സിൻ്റെ വിൽപ്പന, സ്ഥാപനങ്ങളുടെ സംയോജനം. ഈ സിറ്റുവേഷനിലൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? ഗുഡ്വില്ലിൻ്റെ വില നമ്മൾ വാല്യൂ ചെയ്യണം, അല്ലെങ്കിൽ മൂല്യനിർണ്ണയം നടത്തണം. ഇനി ഇമ്പോർട്ടൻ്റ് ആണ്, ഗുഡ്വില്ലിൻ്റെ മൂല്യത്തെ ബാധിക്കുന്ന ഘടകങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. അനുകൂലമായ സ്ഥാനം. ഇപ്പോൾ നമ്മുടെ ബിസിനസ് ഒരു സെൻറ്റർ പോയിന്റിലാണ് നിൽക്കുന്നത്, അല്ലെങ്കിൽ കേന്ദ്രീകൃതമായിട്ട് സ്ഥിതി ചെയ്യുന്നുവെങ്കിൽ അത് കൂടുതൽ ഉപഭോക്താക്കളെ എന്ത് ചെയ്യും? അട്രാക്റ്റ് ചെയ്യും. അപ്പോൾ അത് ലാഭക്ഷമതയും നമ്മുടെ സൽസ്വഭാവത്തിൻ്റെ മൂല്യവും എന്ത് ചെയ്യും? വർദ്ധിക്കും. ഒരുപാട് പേര് വരും. അപ്പോൾ നമ്മുടെ ബിസിനസ്സിനെ കുറിച്ച് ഒരുപാട് പേരിലേക്ക് എത്തപ്പെടും. നല്ല പ്രൊഡക്റ്റ് കൊടുക്കുകയാണെങ്കിൽ അതൊക്കെ ഭയങ്കരമായിട്ട് സ്പ്രെഡ് ആവും. അപ്പോൾ എന്താണ്, നമ്മുടെ സ്വാഭാവികമായിട്ട് നമ്മുടെ മൂല്യം കൂടും. അപ്പോൾ അനുകൂലമായ സ്ഥാനം. അതിന് ബിസിനസ്സിൻ്റെ സ്വഭാവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉയർന്ന മൂല്യമുള്ള ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന അല്ലെങ്കിൽ സ്ഥിരമായി ചരക്കുകൾ കൈകാര്യം ചെയ്യുന്ന ഒരു സ്ഥാപനത്തിന് കൂടുതൽ ലാഭം ഉണ്ടായിരിക്കും. അതിനാൽ കൂടുതൽ ഗുഡ്വിൽ ഉണ്ടാവും. ഒരു ബ്രാൻഡായി മാറിക്കഴിഞ്ഞാൽ അപ്പോൾ അതെന്തായി? അവർക്കൊരു ഗുഡ്വില്ലും കൂടെ ആയി. അടുത്തത് മാനേജ്മെൻറ്റിൻ്റെ കാര്യക്ഷമതയാണ് പറയുന്നത്. നന്നായിട്ട് കൈകാര്യം ചെയ്യുന്ന ഒരു മാനേജ്മെൻ്റ് ആണെങ്കിൽ അവിടെ എന്തായിരിക്കും? ഉയർന്ന ഉൽപ്പാദനക്ഷമത ഉണ്ടാവും, ലാഭത്തിൻ്റെ ഗുണങ്ങളും ആസ്വദിക്കും, അതിനാൽ ഗുഡ്വില്ലും കൂടുതലായിരിക്കും. വിപണി സാഹചര്യം. കുത്തക അവസ്ഥ അല്ലെങ്കിൽ പരിമിതമായ മത്സരം കൂടുതൽ നേടാനായിട്ട് ബിസിനസ്സിനെ പ്രാപ്തമാക്കും. അപ്പോൾ കുത്തക എന്ന് വെച്ചാൽ ആ ഒരു പെർട്ടിക്കുലർ പ്രൊഡക്റ്റിൽ നമ്മളാണ് മെയിൻ, അതിന് കുത്തക. അല്ലെങ്കിൽ നമ്മളോടൊപ്പം മത്സരിക്കാൻ ആരില്ല, കോമ്പറ്റീറ്റർ ഇല്ല എങ്കിൽ നമ്മുടെ ഗുഡ്വില്ലും സ്വാഭാവികമായിട്ട് എന്തായിരിക്കും? കൂടുതലായിരിക്കും. പ്രത്യേക നേട്ടങ്ങൾ ഉള്ള ബിസിനസ്സുകൾക്ക് ഗുഡ്വിൽ ഉണ്ടായിരിക്കും എന്നാണ് പറയുന്നത്. ഏതാണ് ഈ പ്രത്യേക നേട്ടങ്ങൾ? ഇറക്കുമതി ലൈസൻസിങ്, അതുപോലെ കുറഞ്ഞ നിരക്ക്, ഉറപ്പുള്ള വൈദ്യുതി വിതരണം, വ്യാപാര മുദ്ര, അറിയപ്പെടുന്ന സഹകരണങ്ങൾ, പേറ്റന്റുകൾ തുടങ്ങിയ നേട്ടങ്ങൾ ആസ്വദിക്കുന്ന ഒരു സ്ഥാപനം ഗുഡ്വില്ലിലും എന്തായിരിക്കും? ഉയർന്ന മൂല്യം ആസ്വദിക്കും. ഇത്രയാണ് നമുക്ക് ഗുഡ്വില്ലിനെ കുറിച്ച് പറയാനുള്ളത്. പിന്നെ അതിൻ്റെ മെത്തേഡ്സുകളൊന്ന് നോക്കി വെക്കണം, ഇമ്പോർട്ടൻ്റ് ആണ്.